ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കറി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ, ഇതൊരു 2 കിലോ ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യം ചിക്കൻ എടുത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ തേച്ച് നന്നായിട്ട് തിരുമ്മി എടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക. ഒരുപാട് ഇങ്ങനെ ഓവറായിട്ട് വേവിക്കണ്ട, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത്രയും ഒരു ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമായ 3 സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഞാൻ പിന്നെ ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അത് വീഡിയോ കാണിച്ചിട്ടില്ല. പിന്നെ അത് ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വറക്കാനും കൂടെ വെച്ചു. അപ്പോൾ വേവിച്ചിട്ട് വറക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണയാവില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഡീപ്പ് ഫ്രൈ ആകുന്നതുകൊണ്ട് കുറച്ച് ഫ്രൈ ആയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ, കറിക്ക് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആ സെയിം ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ 4 സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് എന്നിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കുമ്പം ഇത് ചതച്ചിട്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി. ഇപ്പം ചിക്കൻ്റെ ആവശ്യം ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് ഒത്തിരി എന്താ പറയുക, വെള്ളമായിട്ടല്ലേ വെക്കുന്നത്, കുറച്ച് ഗ്രേവി ആ ഒരു പരുവത്തിലാട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ വേവിച്ച് വെള്ളമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ, നമ്മൾ ആവശ്യാനുസരണം. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ആവശ്യത്തിന്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് ഉപ്പ് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്. പിന്നെ നമ്മൾ അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.